വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തോട് സംബന്ധിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. അത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. നമ്മൾ ഒരു മുറി നാളെടുക്കുന്നത്, കുറച്ച് ജീരകം, ഒരു 5-10 മിളക്, ലേശം കടുക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, 2 അച്ച് ബെല്ലം, കുറച്ച് തൈര്, പിന്നെ അത് കാച്ചാനായിട്ടുള്ള മുളക്, വേപ്പിൻ്റെ ഇല, കടുക്. അതിലേക്ക് പ്രധാനപ്പെട്ട സാധനം പൈനാപ്പിൾ. അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് വേവി. അതിൽ തന്നെ നമുക്ക് പൈനാപ്പിൾ ഇടാം. തെറ്റേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇടാം. ഞാൻ എനിക്ക് വേണ്ട ഉപ്പിടാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഞാൻ അത് ഇളക്കി വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവാനായിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അരപ്പിലേക്കുള്ളത് നാളേരം, ഒരു 5-10 പച്ചമുളക്, ലേശം കടുക്, ലേശം ജീരകം, നല്ല ജീരകം. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ വെന്തുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബെല്ലം ചേർക്കാം. ഇത് പൈനാപ്പിൾ മധുരമില്ലാത്തത് കൊണ്ട് ഞാൻ 2 അച്ച് ബെല്ലം എടുത്തിട്ടുണ്ട്. മധുരമുണ്ടെങ്കിൽ 1 അച്ച് ബെല്ലം വേണം. അപ്പോൾ 2 അച്ച് ബെല്ലം എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇടാം. പൈനാപ്പിൾ വെന്തതിന് ശേഷം ബെല്ലം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൈനാപ്പിൾ വേവില്ല, മൂരച്ചിരിക്കുള്ളൂ. ഇനി ഇതൊന്ന് പൈനാപ്പിളായിട്ടൊന്ന് ഇതൊന്ന് തിളച്ച് യോജിച്ച് വരണ വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. കഴിഞ്ഞിട്ട് ഇനി ഇത് കുറുകി വരണം. കുറുകി വെള്ളത്തിലത്തെ ജലാംശം വറ്റി വരണം. ഇത് കുറുകി വന്നതിന് ശേഷം നമുക്ക് നാളികേരത്തിൻ്റെ അരിപ്പ് ചേർക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നാളേരം ഒന്ന് നന്നായിട്ട് കുറുതായി വരണം. അതിന് ശേഷം തൈര് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ നാളേരം തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടി വറ്റി വരണം. ഒന്നുകൂടി വറ്റോട്ടെ. കഴിഞ്ഞിപ്പോൾ കുറുതായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ ഒരു ടേസ്റ്റ് പ്രത്യേകത. ഇനി നമുക്ക് ഇതിലേക്ക് ലേശ തൈര് ചേർക്കാം. തൈരാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിത് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ചട്ടി ചൂടായിട്ട് എണ്ണ ചൂടാം.
കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ട് ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5-6 മുന്തിരി ഭംഗിക്കിടാം. ആവശ്യമുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ശരിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഓണത്തിന് ചെയ്ത് നോക്കാം. ഇനി എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഓണം സ്പെഷ്യലായിട്ട് അടുത്ത വീഡിയോ വരും. അപ്പോൾ എല്ലാവരും കാണാം. ഓക്കെ.